ഇതകത്തേക്ക് വെച്ചോ. വന്നേ വന്നേ. എത്രയും പെട്ടെന്ന് അവളെ കൊണ്ട് ഇത് കഴിപ്പിക്കണം. നിർബന്ധിച്ചാണെങ്കിലും കഴിപ്പിച്ചേ പറ്റൂ. അപ്പോ ഉദ്ദേശം എന്റെ മോളെ അവസാനിപ്പിക്കില്ല. ഇങ്ങോട്ട് ഓടി. എന്റെ മകൾ ഉറങ്ങുന്ന മുറിക്ക് മുന്നിൽ നിനക്കെന്താ കാര്യം? എന്തിനകത്ത് എന്താ നിങ്ങൾ രണ്ടോട് ഇതിനകത്ത് ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നത്? എന്റെ മോളെ കൊല്ലല്ലേ നീ വന്നേ? ഞാൻ കൊല്ലാൻ ശ്രമിച്ചാൽ എന്താ തെറ്റ്? എനിക്ക് ജനിച്ച കുഞ്ഞിനെ കൊന്നവനല്ലേ നിങ്ങള്? എന്താ നീ പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കൊന്നോ? എടി, അന്ന് നീ പ്രസവിച്ച കുഞ്ഞാ ആ മുറി കിടന്നുറങ്ങുന്ന കൃഷ്ണ. ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അത് പറയാനായിട്ടാണല്ലോ ശാന്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് അയച്ചത്. ഇതിനുള്ള മറുപടി ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നാണം കെട്ടവളുടെ അടുത്ത്. നാണം കെട്ടവളെന്ന് വിളിക്കേണ്ടത് ശാന്തിയല്ല. ഞാൻ ജയിലിലേക്ക് പോയ തക്ക നോക്കി മറ്റൊരു പുരുഷനെ സ്വീകരിച്ച് അയാളിൽ നിന്ന് ഗർഭം ധരിച്ച് നിന്നെ തന്നെ. അതെ, ഞാൻ വേറെ വിവാഹം കഴിച്ചു, വേറെ പ്രസവിക്കുകയും ചെയ്തു. അത് നിങ്ങൾ എന്നോട് ചെയ്ത ചതിക്കുള്ള പകരം വീട്ടില. സിതാരയുടെ പക എന്താണെന്ന് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടില്ല മിസ്റ്റർ ശ്രീനിവാസ്. എന്റെ മകളെ സംരക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചാലേ ഇനി നീയല്ല, നീ ചുമതലപ്പെടുത്തുന്ന ഏതൊരുത്തനും അവളെ തൊടില്ല. അതിന്റെ തെളിവാ നീ ഇപ്പൊ അവളെ അവസാനിപ്പിക്കാൻ എത്തിയത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടത്. അതെടോ, കൊല്ലാൻ തീരുമാനിച്ച സിതാര കൊന്നിരിക്കും. അതിപ്പോ തന്റെ മകളെ ആയാലും അവളെ പ്രസവിച്ച ശാന്തിയായാലും ഇനി തന്നെ ആയാലും. ഒന്നിങ്ങ് വന്നേ, പറയട്ടെ. ഇങ്ങ് വരൂ പ്ലീസ്. എന്താന്ന് മാം? ഗാഥ മാഡം ഇങ്ങോട്ട് ഇറങ്ങി വന്ന ശ്രീനിവാസ് സാറിന്റെ മകളാണെന്ന് ഗാഥ മാഡം അറിയില്ലേ? ഇപ്പൊ തൽക്കാലം നമുക്ക് സംസാരം അവസാനിപ്പിച്ചിട്ട് ഇറങ്ങാം മാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നിക്കടി അവിടെ. ഇങ്ങനൊരു പാതിരാത്രിയുടെ മറവിൽ എന്നെ മകളെ തേടി വന്ന നീ എന്തിനും മടിക്കാത്തവളാണെന്ന് എനിക്കറിയാം. സിതാര ശ്രീനിവാസൻ എന്ന പേര് കേട്ട് നടുങ്ങുന്നവരുടെ കൂട്ടത്തിലെ ശ്രീനിവാസനെ നീ ഉൾപ്പെടുത്തണ്ട. എന്റെ മകൾക്ക് നേരെ ഇനി ഒരു നീക്കം ഉണ്ടായാൽ എന്റെ പേരിൽ ഉന്നയിച്ച ഒരു ആരോപണം ഉണ്ടല്ലോ, നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന്, ഞാൻ വരും നിന്റെ കൺമുമ്പിലിട്ട് അങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ. എന്നെ തെറ്റിദ്ധരിച്ച് മറ്റൊരുത്തന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചില്ലേ നീ? ആ കുഞ്ഞിനെ നിന്നെയും കൊല്ലാൻ.